ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തുടക്കമായ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആണ്. സിന്ധിലെ മോഹൻജദാരോയിലും പഞ്ചാബിലെ ഹാരപ്പായിലും നിലനിന്നിരുന്നു എന്ന് അറിയപ്പെടുന്ന സംസ്കാരമാണ് സിന്ധു നദിയുടെ സംസ്കാരം. ഈ സംസ്കാരം ഇന്ന് പാകിസ്ഥാനിലും ഇന്ത്യയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത് ദ്രാവിഡന്മാർ ആണ്. അപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത് ദ്രാവിഡന്മാർ ആണ്. ഈ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നഗരാസൂത്രണവും നഗരവികസനവുമായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്ന സവിശേഷത എന്ന് പറയുന്നത്. ഈ സംസ്കാരത്തിൻ്റെ സവിശേഷത നഗരങ്ങൾ വികസിപ്പിക്കുക, നഗരങ്ങൾ ആസൂത്രണം ചെയ്ത് ഓരോ മേഖലയിൽ നഗരങ്ങളെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ വികസനമായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഈ സിന്ധു നദീതട സംസ്കാരത്തെ മെലൂഹ എന്ന് അറിയപ്പെട്ടിരുന്നു. സിന്ധു നദിയുടെ സംസ്കാരത്തെ എന്തെന്ന് അറിയപ്പെട്ടിരുന്നു? മെലൂഹ. ഇന്ത്യയിലെ വെങ്കലയുഗ ചെമ്പുയുഗ സംസ്കാരത്തെ സുമേറിയൻ ജനതയാണ് മെലൂഹ എന്ന് വിളിച്ചത്. അപ്പോൾ സുമേറിയൻ ജനതയാണ് സിന്ധു നദിയുടെ സംസ്കാരത്തെ മെലൂഹ എന്ന് വിളിച്ചത്. ഇനി ഇൻഡസ് എന്നാണ് സിന്ധു നദി അറിയപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ സിന്ധു നദി അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ്? ഇൻഡസ് എന്നാണ്. ഈ നദിയുടെ പേരിൽ നിന്നാണ്, സിന്ധു നദിയുടെ പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് രൂപപ്പെട്ടു വന്നതെന്ന് കരുതുന്നു. അപ്പൊ ഇൻഡസ് എന്ന നദി സിന്ധു നദി ആണ്. ആ പേരിൽ നിന്നാണ് ഇന്ത്യയുടെ പേര് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അടുത്തത് വെങ്കലയുഗ സംസ്കാരം എന്ന പേരിലാണ് സിന്ധു നദിയുടെ സംസ്കാരം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ് ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കൂടുതൽ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ കൂടുതൽ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങൾ 3 വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും. അത് പ്രോട്ടോ ആസ്ട്രലോയിഡ്, മെഡിറ്ററേനിയൻ ആപ്റ്റിനോയിഡ്, മംഗളോയിഡ് എന്നീ വിഭാഗങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി മെഡിറ്ററേനിയൻ പ്രദേശത്താണ് സിന്ധു നദീതട നിവാസികൾ കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ സിന്ധു നദീതട നിവാസികളും കാണപ്പെട്ടിരുന്നത് ഏത് പ്രദേശത്താണ്? മെഡിറ്ററേനിയൻ പ്രദേശത്ത് ആണ് കാണപ്പെട്ടിരുന്നത്. ജമ്മുവിലെ മാണ്ഡ മുതൽ ഗുജറാത്തിലെ ദൈമാബാദ് എന്ന സ്ഥലം വരെ ഈ സംസ്കാരം നീണ്ടു കിടന്നിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഏത് സംസ്കാരം? സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജോൺ മാർഷൽ ആണ്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ജോൺ മാർഷൽ ആണ്. അപ്പോൾ ഈ ഉത്ഖനന പ്രവർത്തനങ്ങൾ നടന്നത് 1922-23 കാലഘട്ടത്തിൽ ആണ്. അന്ന് നടന്ന ഉത്ഖനന പ്രവർത്തനങ്ങളിലൂടെയാണ് സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതും ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുമെല്ലാം. അപ്പം ഈ ഉത്ഖനന പ്രവർത്തനങ്ങൾ ആദ്യമായി നടന്നത് ഹാരപ്പയിലാണ്. എവിടെയാണ്? ഹാരപ്പയിലാണ്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ ആദ്യം ഹാരപ്പൻ സംസ്കാരം എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പൊ സിന്ധു നദിയുടെ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം ഉത്ഖനന പ്രവർത്തനങ്ങൾ ആദ്യം നടന്നത് ഹാരപ്പയിൽ ആണ്. ഇനി സിന്ധു നദിയുടെ നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീ പുരുഷ ദൈവങ്ങളായിരുന്നു മാതൃദേവതയും പശുപതിയും. അപ്പം മാതൃദേവത, പശുപതി എന്നിവ അവരുടെ
ദൈവങ്ങൾ ആയിരുന്നു. സിന്ധു നദീതട നിവാസികളുടെ ദൈവങ്ങൾ ആയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് സ്വസ്തിക ആയിരുന്നു. സ്വസ്തികയായിരുന്നു ഇവരുടെ ഭാഗ്യ ചിഹ്നം. അതുപോലെ മാടപ്രാവിനെ അവരൊരു വിശുദ്ധ ജീവിയായി കണക്കാക്കിയിരുന്നു. മാടപ്രാവിനെ സിന്ധു നദീതട നിവാസികൾ ഒരു വിശുദ്ധ ജീവിയായിട്ട് കണക്കാക്കിയിരുന്നു. ഇനി കാളയെയും ആൽമരത്തെയും ഒക്കെ ഇവർ ആരാധിച്ചിരുന്നു. ദ്രാവിഡർ എന്നറിയപ്പെട്ടിരുന്ന സിന്ധു നദീതട നിവാസികൾ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലാണ് കൂടുതലും കാണപ്പെട്ടത്. ഒരു എഴുത്ത് ലിപിക്ക് ഉപയോഗിച്ചിരുന്നത് ചിത്രലിപികൾ ആയിരുന്നു. ഇത്രയാണ് സിന്ധു നദിയുടെ നിവാസികളെ കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കാനുള്ളത്. ഇനി ഇത് ഏതെല്ലാം മേഖലകളിൽ ഒക്കെ വ്യാപിച്ചിരുന്നു എന്നും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അടുത്ത ഒരു ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.